The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹായ്, എല്ലാവരും വളരെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. ആണോ? ടീച്ചർ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? യെസ്. എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഹോംവർക്ക് എല്ലാം കറക്റ്റായി ചെയ്തിട്ടുണ്ട്, ടീച്ചർക്ക് അയച്ചും തന്നിട്ടുണ്ട് അല്ലേ? കറക്റ്റ് ചെയ്യാൻ വേണ്ടി ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ടീച്ചർ വളരെ ഹാപ്പിയാണ് കേട്ടോ. വെരി ഗുഡ്. ഇതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്ട്സും ചെയ്യണം. ഇനി നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എടുത്തു വെച്ചാൽ മാത്രം മതിയോ? പഠിച്ചു തീർക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മടിയൻ മല ചുമക്കും. കേട്ടിട്ടുണ്ടോ? യെസ്. അതായത് എക്സാം ആവുമ്പോൾ ഇതെല്ലാം കൂടി പഠിച്ചു തീർക്കേണ്ടതായിട്ട് വരും. ടെൻഷൻ അടിച്ച് ഒന്നും തീരാതെ മറന്നുപോയി അങ്ങനെ വേണോ? വേണ്ട അല്ലേ? നമുക്ക് കറക്റ്റായി പഠിച്ചു പോവാം, അപ് ടു ഡേറ്റ് ആയി പോവാം അല്ലെ? അപ്പൊ ടീച്ചേഴ്സ് എടുക്കുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റായി അന്നന്ന് തന്നെ പഠിച്ച് തീർത്ത് വെക്കുക. അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും സ്മാർട്ട്, എനർജറ്റിക് ആൻഡ് ഗുഡ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ടീച്ചർക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഇന്ന് ടീച്ചർ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. തുടക്കം നമ്മളുടെ മാത്സ് ക്ലാസ് ഒരു കഥയിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഒരു കഥ അല്ല, ശരിക്കും ഇതൊരു നടന്ന സംഭവം തന്നെയാണ്. നഗരത്തിലെ ഒരു മെഡിക്കൽ ഷോപ്പ്, ഇങ്ങനെയാ തുടങ്ങുന്നത് സംഭവം. ആ മെഡിക്കൽ ഷോപ്പിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടി കയറി ചെല്ലുന്നു. ആ കൊച്ചു കുഞ്ഞിന് 6 വയസ്സോളം പ്രായം വരും. അവൾ ആകെ 2-3 തവണ തൻ്റെ അമ്മയുടെ കൂടെ ആ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ട്. തനിച്ച് ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു പരിഭ്രമവും പേടിയും എല്ലാം കൊണ്ടാണ് ആ കുട്ടി ആ കടയിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് അവൾ നിന്ന് കുറേ സമയം നോക്കി, ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ ഒച്ചയുണ്ടാക്കി നോക്കി, ചുമച്ചു നോക്കി, ആരും അവളെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളിൽ നിന്നൊന്നെടുത്ത് ഗ്ലാസിന് പുറത്ത് തട്ടി ശബ്ദമുണ്ടാക്കി. ഷോപ്പുടമ തന്റെ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ശബ്ദം കേട്ട അയാൾ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, മോളെ, മോൾക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അങ്കിൾ, എനിക്ക് മിറക്കിൾ വേണം. എന്താണ് ഈ മിറക്കിൾ? അത്ഭുതം അല്ലെ? അതാണ് അതിന് അർത്ഥം. കടയുടമ ആശ്ചര്യപ്പെട്ടുപോയി. എന്താണ് ഈ കുഞ്ഞ് പറയുന്നത്? അയാൾ വീണ്ടും ചോദിച്ചു, മോൾക്ക് എന്താണ് ആവശ്യം? അവൾ വീണ്ടും പറഞ്ഞു, അങ്കിൾ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ഇതിന് എനിക്ക് മിറക്കിൾ വേണം. കടയുടമ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് നോക്കിയപ്പോൾ അതിൽ 6 രൂപയുണ്ടായിരുന്നു. മോൾക്ക് ആവശ്യമുള്ള മരുന്ന് ഈ പൈസയ്ക്ക് ഇവിടെ നിന്നും കിട്ടില്ല. ആ കുഞ്ഞിനെ ഒഴിവാക്കാനായി അയാൾ പറഞ്ഞു. ഇത് കേട്ട ആ കൊച്ചു കുഞ്ഞിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവൾ വളരെ സങ്കടപ്പെട്ട് ആ ഷോപ്പുടമയോട് പറഞ്ഞു, പൈസ തികയുന്നില്ലെങ്കിൽ ഞാൻ നാളെ വീട്ടിൽ ചെന്ന് നാളെ കൊണ്ടുവന്ന് തരാം. തൽക്കാലം എനിക്ക് ആ മരുന്ന് തരാമോ? ഇതെല്ലാം കണ്ടുകൊണ്ട് കടയുടമയുടെ സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോളെ, മോളുടെ പേരെന്താ?
അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പേര് റോസ് എന്നാണ്. മോൾക്ക് ഈ മരുന്ന് എന്തിനാണ്? എന്താണ് ഈ മരുന്ന് കൊണ്ട് ആവശ്യം? ആ കുഞ്ഞ് പറഞ്ഞ മറുപടി കേട്ട് അയാൾ ആശ്ചര്യപ്പെട്ടു പോയി. അങ്കിൾ, എൻ്റെ കൊച്ചനുജൻ ജോൺ, അവൻ അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പാണ്. അവന് തലയിൽ മുഴയാണ്, ട്യൂമറാണ്. അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ വേണം, അതിന് വല്ലാതെ പൈസ ചിലവുണ്ട്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും താങ്ങാൻ പറ്റാത്തത്രയും വലിയ തുകയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം കണ്ട് ഡോക്ടർ പറഞ്ഞു, ഒരു മിറക്കിളിന് മാത്രമേ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയൂ. അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം കണ്ട് തൻ്റെ സമ്പാദ്യം എടുത്ത് ആ കുഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. എന്തിനാ? ഡോക്ടർ പറഞ്ഞ ആ മരുന്ന് മിറക്കിൾ വാങ്ങിക്കാനായിട്ട്. എവിടുന്ന് ആ കൊച്ചു കുഞ്ഞിന് സമ്പാദ്യം? നിങ്ങൾക്കുണ്ടാവുമോ സമ്പാദ്യം? സമ്പാദിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന പൈസ എവിടുന്നാ? നമ്മൾക്ക് ആരെങ്കിലും ചോക്ലേറ്റ് വാങ്ങാനോ എന്തിനെങ്കിലും തരുന്ന പൈസ കൂട്ടിവെക്കുന്നതായിരിക്കും അല്ലെ? റോസും അങ്ങനെയായിരുന്നു. അവളുടെ അങ്കിളും ആന്റിയും കൊടുത്ത ചോക്ലേറ്റ് വാങ്ങിക്കുവാൻ വേണ്ടി കൊടുത്ത പൈസയാണ് അവൾ എടുത്തു വെച്ച് 6 രൂപ കൊണ്ടുവന്ന് കടക്കാരന് കൊടുക്കാൻ പോയത്. ഇതെല്ലാം കേട്ട കടക്കാരന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നി. അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, റോസിനോട് പറഞ്ഞു, മോൾ വിഷമിക്കണ്ട, മോളുടെ കയ്യിലുള്ള ഈ പൈസയ്ക്ക് ഉള്ള മരുന്ന് അങ്കിളിന്റെ കയ്യിലുണ്ട്, അത് അങ്കിൾ തരാം, മോളുടെ അനുജനെ അങ്കിൾ സുഖപ്പെടുത്താം. അത് കേട്ട ആ കൊച്ചുകുട്ടി സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ആ ഷോപ്പുടമയുടെ സുഹൃത്ത് യഥാർത്ഥത്തിൽ ഒരു പ്രശസ്തനായ ഡോക്ടറായിരുന്നു, ഡോക്ടർ കാൾട്ടൺ ആംസ്ട്രോങ്. വളരെയധികം സ്നേഹനിധിയായ ഒരു മനുഷ്യൻ, എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കൊച്ചു റോസിന്റെ ആ മനസ്സിലെ സ്നേഹവും അവളുടെ നിശ്ചയദാർഢ്യവും കണ്ടാണ് ആ ഡോക്ടർ അവളോട് അവൾക്ക് വാക്കു കൊടുത്തത്, അനുജനെ സുഖപ്പെടുത്തി തരാം എന്ന്. പിന്നീട് ആ ഡോക്ടർ തന്നെ ആ കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമാക്കി. ചികിത്സാ ചെലവും ബാക്കി ഹോസ്പിറ്റൽ ചെലവും എല്ലാം അദ്ദേഹം തന്നെയാണ് എടുത്തത്. ഒരു പൈസയും വാങ്ങിക്കാതെ തന്നെ അദ്ദേഹം ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി പറഞ്ഞയച്ചു. മക്കളെ, ഈ ഒരു കഥ വളരെയധികം സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് അല്ലെ? ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഇതിൽ. ടീച്ചർക്ക് ഇതിൽ ഏറ്റവും പ്രാധാന്യം തോന്നിയ ഒന്ന് ബാല്യത്തിന്റെ നിഷ്കളങ്കതയാണ്. ആ കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കത. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് വേണ്ടതും ഇതാണ്: നിഷ്കളങ്കത, സ്നേഹം, മറ്റുള്ളവരോട് അനുകമ്പ, നിശ്ചയദാർഢ്യം, പിന്നെയോ ആത്മാർത്ഥത, സഹാനുഭൂതി. ഈ ഗുണങ്ങളെല്ലാം ചേർന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും വിജയം നേടാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഈശ്വരൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്കൊരാളോട് ആത്മാർത്ഥമായ സ്നേഹവും ഒരാളെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളുടെ കൂടെ നിൽക്കും. ഏതാപത്തിലും നമ്മളെ സഹായിക്കും. ആ കൊച്ചു കുഞ്ഞിനും അതുതന്നെയാണ് പറ്റിയത് അല്ലെ? അവളെ വിജയിക്കാൻ, അല്ലെങ്കിൽ അവളുടെ പരിശ്രമത്തിൽ വിജയം നേടാൻ അവളെ സഹായിച്ചത് ആ ഒരു ശക്തി തന്നെയാണ്. അതിന് കാരണം അവളുടെ സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളായ നിങ്ങൾ ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ, അർപ്പണബോധത്തോടെ ചെയ്യുക. നമ്മളുടെ ചുറ്റുമുള്ള സഹജീവികളോട് സ്നേഹവും ആദരവും അനുകമ്പയും കാണിക്കുക. Okay? So dear children, now we can move to our chapter equal sharing. That we can continue. Okay? In last class we discussed how to divide a 2-digit number, isn't it?
So we can continue the same by doing another problem. Okay, write this problem in your notebook. Some cars and auto rickshaws are parked in a ground. Nandi says there are 100 wheels in all. Riya says there are 12 auto rickshaws. How many cars are there? In this question, some cars and auto rickshaws are there in a parking area and total number of wheels is given. You know the number of wheels of auto rickshaws and also wheels of cars, isn't it? Here, the number of auto rickshaws is given, but we have to calculate the number of cars. Okay, so we can write the steps. The first step, total number of wheels. Which is given as 100. Number of auto rickshaws is given as 12. So, number of auto rickshaw equal to 12. How many wheels are there in one auto? Yes, 3, isn't it? So, we can find out number of wheels of auto rickshaws. So, number of wheels of auto rickshaws. How we can find out number of wheels? By multiplying this 12 with the 3. Okay, so 12 threes are how much? 36. Now, we got wheels of auto rickshaws and total number of wheels is given. That means total number of wheels of auto rickshaws and cars. So here, from these two we can calculate number of wheels of cars. So, number of wheels of cars is 100 minus 36. What is 100 minus 36? Yes, it is 64. Okay. From this, we have to calculate number of cars. Number of cars. How we get this answer? Number of cars. Number of wheels of cars is 64. That is the total number. Wheels of one car, we know it is 4, isn't it? So, we have to divide this 64 with 4 to get this number of cars. Okay, so here we have to divide 64 with the 4. How we can divide? Yes, that is using division method. So, divide this 64 with the 4. The first digit or the first number is 6. So, divide 6 with the 4. How many times we can divide 6 with 4? Yes, 1 4 is 4. 2 4s are 8. So, we can take here 1. 1 4 is 4. Now, 1 to subtract. 6 minus 4, which is 2. Now, take the next number 4. Now, we got 24. And in multiplication table of 4, we can see 6 4s are 24. So, write 6 here, 6 4s are 24. Again, we have to subtract. So, we got the answer 0. Now, the number of cars, we got 60. Okay. So, the number of cars is 60. Number of cars is 60. Understood? Now we can do division of 3-digit numbers. Okay. The first problem is 108 gooseberries are to be divided among
4 children, how much would each get? So here, the number of gooseberries is given as given as 108, and this is divided among 4 children. So, number of children is 4, and we have to find out how many gooseberries each will get. So, the last step, number of gooseberries each will get. This we have to calculate by dividing this total number of gooseberries into 4 parts, isn't it? That means 108 divided by 4. How we can do the division of a 3-digit number? Here there is an easy method. This 108 we can write as 100 plus 8, isn't it? So if we divide this 108 with 4, we can do the division by taking 100 and 8 separately. Okay, so how many times we can divide 100 with 4? How many 4s makes 100? Can you guess? Yes. 25 into 4 is 100, isn't it? So, we get the answer 25 when we divide 100 with the 4. Now, let me take 8. We can divide 8 with 4. How many 4s makes 8? Yes, 2. 2 4s are 8. So, here we divided 100 and 8 separately. So, 100 plus 8. 108, when we divide it 4, we can see 100 divided by 4 is 25 and 8 divided by 4 is 2. So, take these two numbers together, that is 25 plus 2. The answer is 27. Understood? That means we can divide 108 gooseberries among 4 children so that each will get 27 gooseberries. Okay. Dear children, I hope you enjoyed the class. Now this is your homework. Okay? Bye.